കാലവർഷം ഇന്നലെ എത്തി എന്ന് പറഞ്ഞെങ്കിലും പലയിടത്തും കാര്യമായ മഴ രേഖപ്പെടുത്തിയിട്ടില്ല. ദുരിത പെയ്ത്താണ് പലയിടങ്ങളിലും നമ്മൾ കണ്ടത്. മഴക്കാലത്തിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. കാലവർഷം എത്തിയതോടെ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള 12 ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. 120 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നത് 2659 കുടുംബങ്ങളാണ്. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. എറണാകുളം ജില്ലയുടെ തീരദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി തന്നെ തുടരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ആദിൽ പാലോടും നമുക്കൊപ്പം ചേരുന്നു. ആദിൽ പാലോട്, വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ കാലവർഷം എത്തി എന്നൊക്കെ പറഞ്ഞെങ്കിലും കൊച്ചി നഗരത്തിൽ കാര്യമായ മഴയില്ല. രാവിലെ സൂര്യൻ ചിരിച്ചുകൊണ്ട് തന്നെ നിൽപ്പുണ്ട്. നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ്. എന്താണ് തിരുവനന്തപുരത്തെ അവസ്ഥ? നല്ല മഴയുണ്ടോ, അതോ മഴയുള്ള സാധ്യതയുണ്ടോ? മാനം മൂടിക്കിടക്കുകയാണോ, തെളിഞ്ഞിരിപ്പുണ്ടോ? തിരുവനന്തപുരത്ത് ഒരു വെളുത്ത പ്രഭാതമാണ്. കാര്യമായ വെളിച്ചമുണ്ട്. മഴയ്ക്കുള്ള സൂചനകളൊന്നുമില്ല. ഇന്ന് സംസ്ഥാനത്ത് പൊതുവെ ഒരു മിതമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഒരു അലർട്ടും നൽകിയിട്ടില്ല. അരുണുള്ള എറണാകുളത്താണെങ്കിൽ യെല്ലോ അലർട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ബാക്കി 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 3 ദിവസത്തേക്ക് യെല്ലോ അലർട്ട് തുടരും എന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പ്രവചനം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മഴയ്ക്കുള്ള കാലവർഷം ഇന്നലെ കേരളത്തിലെത്തിയതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഒപ്പം കേരളത്തിന് സമീപം അറബിക്കടലിൽ ഒരു ചക്രവാത ചുഴി കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ സ്വാധീന ഫലത്താൽ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ എന്ന നിലയിലെ മഴ ലഭിക്കൂ എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം ഇപ്പോൾ അറിയിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യാപകമായ അതിതീവ്ര മഴ ലഭിച്ചതാണ് നേരത്തെ വലിയ മഴക്കെടുതികൾക്കും വെള്ളക്കെട്ടിനൊക്കെ കാരണമായത്. അരുൺ പറഞ്ഞതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകുന്നതിന് കർശനമായ വിലക്കാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒപ്പം കടലിൽ മോശം കാലാവസ്ഥയാണ്. തീരമേഖലയിൽ പ്രത്യേക ജാഗ്രത നൽകിയിട്ടുണ്ട്. 260 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് സംസ്ഥാനത്താകെ തുറന്നിട്ടുള്ളത്. 2659 കുടുംബങ്ങളിലെ 7781 ആളുകളെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലായി മാറ്റിപ്പാർപ്പിച്ചു എന്നാണ് വിവരം. 88 വീടുകൾ ഈ മഴക്കാലത്ത് ആകെ പൂർണ്ണമായി തകർന്ന വീടുകളുടെ എണ്ണമാണ്. 967 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. ഏതായാലും സംസ്ഥാനത്ത് അടുത്ത ദിവസങ്ങളിലും മഴ തുടരുമെന്നാണ്. ഇന്ന് പക്ഷേ അത്ര കാര്യമായ മഴയ്ക്കുള്ള സാധ്യത പ്രവചിക്കപ്പെട്ടിരിക്കുന്നില്ല. കാലവർഷം എത്തിയെങ്കിലും കാലവർഷത്തിന്റെ വരവ് അത്ര ആഘോഷമാക്കി മാറ്റിയിട്ടില്ല. കാലവർഷം എന്തായാലും വരും. ഇന്നിപ്പോൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒക്കെ തെളിഞ്ഞ അന്തരീക്ഷമാണ്. ചിരിച്ചു നിൽക്കുന്ന സൂര്യനെയാണ് കാണാൻ കഴിയുന്നത്. ചിരിച്ചു തന്നെ നിൽക്കട്ടെ സൂര്യൻ. ഇടയ്ക്ക് ചെറിയ മഴയൊക്കെ വേണം കേട്ടോ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പക്ഷേ അത് കളമശ്ശേരിയിൽ ഇങ്ങനെ ഇടിച്ചുകുത്തി പെയ്ത മേഘവിസ്ഫോടനം പോലെ ആവരുത്. അത് കളമശ്ശേരിക്കാരെയും കൊച്ചിക്കാരെയും തൃക്കാക്കരക്കാരെയും ഒക്കെ വല്ലാതെ വലച്ചു കളഞ്ഞു. വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരുന്നു. എന്തായാലും ഇത്തവണ കാലവർഷം കനത്തതായിരിക്കും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നമുക്കതിൻ്റെ